ബിഗ് ബോസിന്റെ ഒരു ലൈവ് അപ്ഡേറ്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മൾ കാണുകയുണ്ടായി, ഈ ആഴ്ച എക്സ് കണ്ടസ്റ്റന്റുകളെല്ലാം തന്നെ ഹൗസിൽ കയറിയിട്ടുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന എക്സ് കണ്ടസ്റ്റന്റുകളുടെ ഒരു വിചാരണയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അത് ഒരാൾക്കെതിരെ മാത്രം, അനുമോൾ എന്നൊരു കണ്ടസ്റ്റന്റിനെതിരെ മാത്രം പുറത്തിറങ്ങിയിട്ടുള്ള 10-25 അല്ലെങ്കിൽ 20ഓളം കണ്ടസ്റ്റന്റുകൾ ഓരോരുത്തരായിട്ട് അവരുടെ ടേൺ അനുസരിച്ചിട്ട് ആ കുട്ടിയെ മെന്റലി ആകെ എന്താ പറയുക, ഒരു ട്രോമയുടെ വക്കും കഴിഞ്ഞിട്ടുണ്ടാവും, അത്രയും എത്തിച്ചിട്ടിരിക്കുകയാണ്. മാത്രമല്ല സ്വന്തം സഹോദരിമാരെ പോലെ ഒരു 100 ദിവസത്തോളം അവരുടെ അടുത്ത് പെരുമാറിയിട്ടുണ്ടായിരുന്ന ആ കണ്ടസ്റ്റന്റുകൾ, അതായത് ആദില, നൂറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും എന്താ പറയുക, വിശ്വാസവഞ്ചനയുടെ അങ്ങേയറ്റമാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. മനസ്സിലായോ? അതായത് അനുമോള് PR-ന്റെ നമ്പർ എഴുതി കൊടുത്തു എന്ന് പറഞ്ഞിട്ടാണ് ഇന്നലെ ആദില എക്സിറ്റ് ടൈപ്പ് അല്ലെങ്കിൽ എവിക്റ്റ് ടൈപ്പ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പം കത്തിക്കാനുള്ള സാധനങ്ങളെല്ലാം ഇട്ട് കൊടുത്തു. മാത്രമല്ല അക്ബറിനെതിരെ നല്ല രീതിയിലുള്ള സൈബർ ആക്രമണം നടത്തണം എന്നും അനുമോൾ പറഞ്ഞു എന്നാണ് ആദില പറഞ്ഞു വെക്കുന്നത്. പക്ഷെ അതിന് യാതൊരുവിധ എവിഡൻസും ഇല്ല. കാരണം ആ സംഭവിച്ചിരിക്കുന്ന മൊത്തം ഡ്രസ്സിംഗ് റൂമിലാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ നമുക്കതിനെ ഈ പറഞ്ഞ കണക്ക് മൈക്കും മാറ്റിയിട്ട് അവരുടെ റൂമിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് പ്രത്യേകിച്ച് എവിഡൻസ് ഒന്നും കിട്ടത്തില്ല. പക്ഷെ അനുമോൾ പറയുന്നത് ഒരിക്കലും PR-ന്റെ നമ്പർ അല്ല കൊടുത്തിരിക്കുന്നത്. പുറത്ത്, അതായത് ആദില പുറത്തിറങ്ങുന്ന സമയത്ത്, അതായത് ഓരോ എവിക്ഷൻ വരുമ്പോഴത്തേക്കും അറിയില്ലല്ലോ, പോകില്ലെന്ന് അറിയത്തില്ല. അപ്പൊ അതുകൊണ്ട് അനുവിന്റെ ചേച്ചിയുടെയോ വീട്ടുകാരുടെയോ ആരുടെയോ നമ്പറാണ് അനുമോൾ ടിഷ്യൂ പേപ്പറിൽ എടുത്ത് കൊടുത്തിരുന്നത്. അതിനുശേഷം എവിക്ഷൻ നടക്കാഞ്ഞുകൊണ്ട് അത് ആദില സൂക്ഷിച്ച് വെക്കുകയും ചെയ്തിട്ടുണ്ട്. ആ വിവരം നൂറയ്ക്ക് വ്യക്തമായിട്ട് അറിയാം എന്നും പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല ഇവരുടെ നമ്പരും അതേപോലെ തന്നെ അനുമോളുടെ വക്കലുണ്ട്, അനുമോൾ അത് സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. പക്ഷെ ഇന്ന് രാവിലെ മുതൽ ഈ ഒരു കാര്യം പറഞ്ഞുകൊണ്ട് ആ കുട്ടി ഇത്രയും ടോർച്ചർ ചെയ്യാവുന്നതിന്റെ അങ്ങേയറ്റം കരഞ്ഞ് അതിന്റെ ഒരു എന്താ പറയാ, നമ്മൾ തെറ്റ് ചെയ്യാത്ത നമ്മളെ ഈ ഇടവും വലവും നിന്ന് തെറ്റുകൾ നമ്മൾ ചെയ്തു എന്ന് അടിച്ചേൽപ്പിക്കുമ്പോൾ നമ്മുടെ കൂടെ നിൽക്കുന്ന ആൾക്കാർ നമുക്കെതിരെ തിരിയുമ്പോൾ ഒരു മാനസികാവസ്ഥ അനുഭവിച്ചവർക്കറിയായിരിക്കും എത്രമാത്രം വേദന കിട്ടുന്ന ഒന്നായിരിക്കുന്നു. അപ്പം ആദില, നൂറെ പറ്റിയിട്ട് നമ്മുടെ ലക്ഷ്മി ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു മുമ്പ്, വീട്ടിൽ കയറ്റാൻ കൊള്ളാത്ത ആൾക്കാരാണെന്ന്. പക്ഷെ ഞാനിപ്പോൾ പറയുന്നത്, കാരണം അവരൊരിക്കലും ലെസ്ബിയൻ കപ്പിൾ ആയതുകൊണ്ടല്ല വീട്ടിൽ കയറ്റാൻ പറ്റില്ല എന്ന് ഞാൻ പറയുന്നത്. വിശ്വാസവഞ്ചന ചെയ്യുന്ന ആൾക്കാരെ നമ്മൾ ഒരിക്കലും വീട്ടിൽ കയറ്റാൻ പാടില്ല. ആ ഒരു കാറ്റഗറിയിൽ എടുക്കുമ്പോഴത്തേക്കിനും ആദിലയും നൂറയും ആരെയും വീട്ടിൽ കയറ്റാൻ പറ്റാത്ത ഒരു കാറ്റഗറിയിൽ പെടുന്ന ആൾക്കാരാണ്. മനസ്സിലായോ? അപ്പം ഇനിയും ഈ പറഞ്ഞ ഇത്രയും എനിക്കറിയത്തില്ല, ഇതൊരു ശരിക്കും പറഞ്ഞാൽ ഒരു ക്രിമിനൽ കേസ് പോലെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഇത് കണ്ടിന്യൂസ് ടോർച്ചർ. ആ കുട്ടി ഇപ്പോഴും അവിടെ ജീവനോടെ ഉള്ളത് അതിന്റെ പേരൻസ് ചെയ്ത പുണ്യം എന്നേ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ.